രാവുകൾ പകലുകൾ അധ്യായം 16. ഒരു വേനൽക്കാലമായിരുന്നു. ഉച്ചയ്ക്ക് മുൻപ് ഗ്രാമത്തിൽ നിന്നും കാണാമായിരുന്നു തെക്കൻ മല കയറി വരികയാണ്. ഗ്രാമസിറ്റിയിലും വീട്ടുമുറ്റങ്ങളിലും ഗ്രാമക്കാർ നോക്കി നിന്നു. അന്ന് ഗ്രാമത്തിലെ ആണുങ്ങൾ പണിക്ക് പോയില്ല. കുട്ടികൾ എഴുത്താശാൻ്റെ അടുത്ത് പോയില്ല. അവരുടെ അടുപ്പുകളിൽ തീ പോകുന്നില്ല. മല കയറി വരുന്ന ഭീകരമായ ഒരു ദുരന്തം ഏറ്റുവാങ്ങാനായി അവർ ഒരുങ്ങി നിന്നിരുന്നു. 4-5 വർഷം കാലം കൊണ്ട് വീട്ടുകാരെ മറന്ന്, ജന്മസ്ഥലങ്ങൾ മറന്ന്, സുഖങ്ങൾ വെടിഞ്ഞ്, കൊടും കാട്ടിൽ പ്രകൃതിയോട് മല്ലടിച്ച്, ക്രൂര ജന്തുക്കളോട് യുദ്ധം ചെയ്ത്, വെയിലത്തും മഴയത്തും അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർക്കപ്പെടാൻ പോകുകയാണ്, കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്. ഗ്രാമത്തിൻ്റെ പ്രശാന്തയിലേക്ക് ക്രൂരമായൊരു അട്ടഹാസവുമായിട്ട് ഒരു ക്രൂരനായ രാക്ഷസൻ കടന്നു വരും പോലെ. നീലവാനുകളും ജീപ്പുകളും. ദൈവമേ, കർത്താവേ, അള്ളാഹുവേ! എവിടെയും ദീനമായ തേങ്ങലുകൾ ഉയർന്നുകൊണ്ടിരുന്നു. ആകാശത്ത് ഉരുണ്ടുകൂടി സൂര്യനെ മറച്ച് ഗ്രാമത്തിൻ്റെ മുഖത്ത് കരിവാളിപ്പായി നിന്നു. അവരുടെ കുട്ടികൾ വിശന്നിട്ടും കരഞ്ഞിട്ടില്ല, ദാഹിച്ചിട്ടും കുടിച്ചില്ല. എല്ലാവരും ധ്യാനനിമഗ്നരായി കാത്തിരുന്നു. പൊടുന്നനെ ഒരു ശബ്ദം അവർ കേട്ടു, വെടിയുടെ ശബ്ദം. ആ ശബ്ദം അവരുടെ സിരകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന രക്തത്തെ ചൂടുപിടിപ്പിച്ച് രക്തധമനികളിലൂടെ ഒഴുകിപ്പടർന്നു. ആരവം ശക്തിയായി. ഗ്രാമത്തിൻ്റെ പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് വെടിയേച്ച കേട്ടിടത്തേക്ക് അണഞ്ഞുകൊണ്ടിരുന്നു. ഗ്രാമക്കാർ കണ്ടു. ചമ്മൻ പാതയിൽ അവരുടെ എഴുത്താശാൻ കാലിൽ നിന്നും രക്തം വാർന്നൊലിച്ച് വെയിലേറ്റ് പൊടിപടങ്ങളേറ്റ് നിലത്ത് മലർന്നു കിടക്കുന്നു, വഴി തടഞ്ഞുകൊണ്ട്. അവർക്ക് പരിചിതമില്ലാത്ത 12 ചെറുപ്പക്കാരും പോലീസുകാർ തടയപ്പെട്ടു. ഗ്രാമക്കാർ മഴവെള്ളം പോലെ ഒഴുകിപ്പടർന്നു. എഴുത്താശാൻ എഴുന്നേറ്റ് നിന്നു. എൻ്റെ ഗ്രാമക്കാരെ, നിങ്ങൾ സമാധാനപ്പെടുവിൻ. അവിവേകമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുവിൻ. അവർ നമ്മുടെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പ്രവേശിക്കണമെങ്കിൽ എൻ്റെ ഉടൽ ഈ പൊടിമണ്ണിൽ പിടഞ്ഞൊടുങ്ങണം. അതിനുശേഷം നിങ്ങൾ രോഷം കൊണ്ടാൽ മതി. അതുവരെ നിങ്ങൾ സമാധാനം പാലിക്കുവിൻ. ജയ് ജയ് ഭാസ്കരൻ മാഷ്, ജയ് ജയ് എഴുത്താശാൻ! ഗ്രാമക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചവെയിൽ മൂത്തു. പോലീസ് വണ്ടികൾ തിരിഞ്ഞപ്പോൾ ഗ്രാമക്കാർ തുള്ളിച്ചാടി. അവിടെ നിന്നും ആരോഹണം തുടങ്ങുകയായിരുന്നു. ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നപ്പോൾ ഏതോ അജ്ഞാത നിയന്താവിൻ്റെ ചെയ്തികൾ പോലെ ഒരു യാത്ര. പാത മുന്നിൽ തെളിഞ്ഞു കിടക്കുകയായിരുന്നു. പാതയിലെ കൊടിതോരണങ്ങളിൽ ഉച്ചഭാഷിണിയിൽ നിന്നും ഒഴുകിയെത്തുന്ന നെൽസരിയിൽ സ്വീകരണത്തിൽ മുങ്ങിപ്പോയെന്നത് സത്യമാണ്. പിന്നിലേക്കും വശങ്ങളിലേക്കും നോക്കിയില്ല. അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. സുഖത്തിൻ്റെ സമൃദ്ധിയിൽ, പേരിൽ, പ്രശസ്തിയിൽ അന്ധമായ യാത്ര. ഭഗവാൻ! ആ വിളി കേട്ട് രോമാഞ്ചം കൊണ്ട് ഹൃദയം വിങ്ങിപ്പൊട്ടി. ജന്മം രാജകീയ സുഖങ്ങൾ നേടാനുള്ളതാണെന്ന് കരുതി എല്ലാ ബന്ധങ്ങളും മറന്നു. തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം മിഥ്യയാണെന്ന് തോന്നിപ്പോകുന്നു. അന്ന് തകർത്തെറിഞ്ഞ വിശ്വാസങ്ങൾ വീണ്ടും ഓർമ്മിക്കുവാൻ ഇടയായിരിക്കുന്നു. എവിടെയെല്ലാമോ തൻ്റെ ശ്രേയസ്സിന് വേണ്ടി യുദ്ധം തുടങ്ങിയിരിക്കുന്നു. മിത്രപാളയങ്ങളിലും ശത്രുപാളയങ്ങളിലും ഒരുപോലെ. ആര് ശത്രു, ആര് മിത്രം എന്നറിയാൻ കഴിയാത്തതുപോലെ ശാന്തിഗ്രാമം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ശാന്തിഗ്രാമത്തിൻ്റെ ഭരണത്തിൽ തന്നെ പാരലായിട്ടൊരു സംവിധാനം നടക്കുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഇപ്പോൾ ഒരു പ്രതിനായകനായിരിക്കുകയാണോ? എല്ലാം അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരുന്നു. തത്വചിന്തയിൽ ഉന്നത വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുമായിട്ട് തറവാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ എവിടെയെങ്കിലും അധ്യാപകനായി ചേരാൻ കൊതിച്ചു. കാർത്തികി എന്ന മുറപ്പെണ്ണിനൊത്ത് സ്വസ്ഥമായൊരു ജീവിതം കൊതിച്ചു. പക്ഷേ തറവാട്ടിൽ താന്തോന്നിയായ ഏട്ടൻ്റെ ഭരണം, അതിനൊത്ത് തുള്ളാൻ കാര്യക്കാരനും കുറേ വേലക്കാരും. വേദനയോടെ എല്ലാം സഹിച്ചിരുന്ന അമ്മയും പെങ്ങന്മാരും തറവാട് വിട്ട് അലഞ്ഞു നടന്നു. ആഴ്ചകളോളം, മാസങ്ങളോളം വീട്ടിൽ കയറാതെ വളരെ അകലെ എവിടെയെങ്കിലുമൊക്കെ അന്തിയുറങ്ങി. അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും വേദനകൾ കണ്ട് കരൾ നൊന്തു. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും അത്താണിയാവാൻ കൊതിച്ചു. അവരെ സംഘടിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് താല്പര്യം തോന്നി. ആ തോന്നൽ പുതിയൊരു പന്ഥാവായിരുന്നു. പുതിയ പ്രവൃത്തി മേഖലകൾ. അധ്യാപക വൃത്തിയോടുള്ള കമ്പം കുറഞ്ഞു. തത്വചിന്ത രാഷ്ട്രീയത്തിലായി കൂർമ്മബുദ്ധിയിൽ പുതിയ ആവിഷ്കാരങ്ങൾ നടത്തി. പക്ഷേ പുതിയ ആവിഷ്കരണം
പ്രസ്ഥാനത്തുള്ളിലെ സ്ഥാനക്കയറ്റത്തെക്കാൾ വിരോധം വരുത്തിവെച്ചു. ആ ഇടയ്ക്ക് ഇഷ്ടപ്പെട്ട പെണ്ണോടുകൂടി കാർത്തികയോടുകൂടി ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ജീവിച്ചു. അതിലും പുതിയ മാനങ്ങൾ കണ്ടെത്തി. എവിടെയും ഉറച്ചു നിന്നില്ല. പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ തീരുമാനങ്ങൾ, പുതിയ പുതിയ പാതകൾ, പുതിയ സാഹചര്യങ്ങൾ. ഒടുവിൽ ശാന്തിഗ്രാമത്തിൽ തളയ്ക്കപ്പെട്ടു. ആരെല്ലാമോ ചതുരംഗം കളിച്ചു. ചതുരംഗപ്പലകയിലെ മന്ത്രിയായി വിലസി. അവർ പേർ വിളിച്ചു. ഭഗവാൻ ബോധിച്ചു. ചതുരംഗം ചെസ്സായി. ചെസ് ബോർഡിലെ മന്ത്രി. സഹസ്രങ്ങളോളം കാലുകളും കൈകളുമുള്ള, 4 പുറങ്ങളിലും കണ്ണുകളുള്ള സർവ നിയന്താവായ മന്ത്രി. രാജകീയമായ പ്രൗഢി. ആനയും അമ്പാരയും കോട്ടയും കോട്ടക്കൊത്തളങ്ങളും ആടയാഭരണങ്ങളും പരിചാരകരും യശസ്സും ആരാധകരും ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിൽ നിന്നും നഗരങ്ങളിലേക്കും നഗരത്തിൽ നിന്ന് അടുത്ത പ്രവിശ്യകളിലേക്കും മറ്റ് രാഷ്ട്രങ്ങളിലേക്കും പകർന്നൊഴുകിയ പ്രശസ്തി. അവിടെ നിന്നെല്ലാം കാൽക്കിലേക്ക് ഒഴുകിയെത്തിയ ഐശ്വര്യം. പക്ഷേ ഈ കളിക്ക് പിന്നിൽ നിന്നിരുന്നത് കളി കണ്ട് ആസ്വദിക്കുകയും ലാഭനഷ്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന മറ്റൊരു വർഗത്തെ വിസ്മരിച്ചു കളഞ്ഞു. ആ വിസ്മരിച്ച് കളഞ്ഞിരുന്ന ശക്തി കൂടുതൽ കൂടുതൽ ശക്തരായിക്കൊണ്ടിരിക്കുകയും ചെസ് ബോർഡിലെ ഒരു കരുവിന് ഊഹിക്കാൻ കഴിയാത്തത്ര വികസിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ പ്രവിശ്യയിലെ ഉന്നതരും രാജ്യത്തെ ഉന്നതരും രാജ്യാന്തരങ്ങളിലെ ഉന്നതരും വരെ ആയിരിക്കുന്നു. അവർക്ക് ഇന്ന് വേണ്ടത് ചെസ് ബോർഡിലെ പ്രഗത്ഭനായ കരുവിനെയല്ല. പണ്ട് ആ കരു കളിച്ച് കാണിച്ച വൈദഗ്ധ്യത്തെ ചിത്രങ്ങളാക്കി ഒരു മിഥ്യാക്കി കാവ്യങ്ങളാക്കി കഥകളാക്കി മാറ്റുകയാണ്. ആ മിഥിനെ കഥാനായകനെ ശിലയാക്കി ശിലയെ പൂവിട്ട് പൂജിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ശയനമുറിയിൽ നിലക്കണ്ണാടിക്ക് മുന്നിൽ ഒറ്റമുണ്ടു മാത്രമെടുത്ത് സ്വരൂപം കണ്ടു നിന്നു. പിന്നീട് മുറിയിൽ അയകളിൽ ഹാങ്കറിൽ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രാലങ്കാരങ്ങൾ ശ്രദ്ധിച്ചു. വലിയ അലമാര തുറന്ന ആഭരണങ്ങൾ ശ്രദ്ധിച്ചു. എല്ലാം വേറിട്ട് നിൽക്കുന്നു. സ്വന്തമായിട്ട് ഒരു ദേഹവും ദേഹം ധരിക്കുന്ന ദേഹിയും. ഭഗവാൻ മുഖം പൊത്തി തളർന്ന് കസേരയിലിരുന്നു. ഒരു നിമിഷം മനസ്സിൻ്റെ അഗാധതയിൽ ഇവിടെ നിന്നോ ഒരു മോഹം കൂടി മുളപൊട്ടി. നാമ്പ് ഉയർന്ന് ഉപരിതലത്തിലേക്ക് വന്നു. പലായനം. ഇവിടുന്ന് സ്വന്തമായിട്ടുള്ളതെല്ലാം മജ്ജയും മാംസവും രക്തവും വിയർപ്പും മുടക്കിയ ഈ ശാദ്വല ഭൂമിയിൽ നിന്നും ഇപ്പോഴും ശാദ്വലമാണോ ആണെന്നോ അല്ലെന്നോ കണ്ടെത്താനാവുന്നില്ല. അതായിരുന്നില്ലേ പരാജയം? ചുറ്റുമുള്ളതിനെ തരംതിരിച്ചറിയാനാവുന്നില്ല. കാണുന്നതൊന്നും സത്യമല്ല. എല്ലാം പൊയ്മുഖങ്ങളാൽ പായലിനാൽ മൂടപ്പെട്ട് പ്രഭമങ്ങിയിരിക്കുന്നു. പ്രഭാമയമാക്കാൻ ഇനിയും തന്നാലാകുമോ? ഭഗവാൻ എന്നത് എന്തായിരുന്നു? അതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു? ഒന്നും വ്യക്തമാകുന്നില്ല. ഒന്നും. കഥകിൽ മന്ത്രണം പോലെ ഒരു മുട്ടൽ. കഥക് പാളി മെല്ലെ തുറന്ന് പരിചാരക വന്നു. അവളുടെ തലമുടിയിൽ ചൂടിയിരിക്കുന്ന പൂക്കളിൽ നിന്ന് സുഗന്ധം മുറിയിൽ നിറഞ്ഞു. ആ സുഗന്ധവും ഭഗവാനെ ശ്വാസം മുട്ടിച്ചു. അവളുടെ മുഖത്തെ പ്രസന്നതയിൽ മുറിയും പ്രസന്നമായി. ഭഗവാൻ മുഖമുയർത്തിയില്ല. അവളുടെ മുഖം കണ്ടില്ല. ഭഗവാൻ ദർശനത്തിനായി ദാസി അന്നപൂർണദേവി എത്തിയിട്ടുണ്ട്. ഭഗവാൻ തലയുയർത്തി. എന്തിനാകാം? അറിയില്ല. മുഖം ശോഭിച്ചതുപോലെ ചുവന്നുകൊടുത്തിട്ടുണ്ട്. ദർശനമുറിയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാനെത്താം. അവൾ നടന്നു. ഭഗവാൻ വീണ്ടും നിലക്കണ്ണാടി നോക്കി. ആടയാഭരണങ്ങൾ അണിയണോ? വേണ്ട എന്ന് തോന്നി. മുറിവിട്ട് പുറത്തു വന്നപ്പോൾ പരിചാരകർ അമ്പരന്ന് നിൽക്കുന്നത് ഭഗവാൻ കണ്ടു. കാവി ഒറ്റൻ മുണ്ടെടുത്ത് കാവി നേരി തോതിച്ച് ഭഗവാൻ ഇടനാഴിയിലൂടെ ദർശനമുറിയിലേക്ക് നടന്നു. ഭഗവാന്റെ കാലടി ശബ്ദം കേട്ട് അന്നപൂർണദേവി എഴുന്നേറ്റ് നിന്ന് വണങ്ങി. ഭഗവാൻ ആസനസ്ഥനായി. ദേവി ഇരിപ്പിടത്തിലിരുന്നു. ദർശനമുറിയുടെ വാതിൽ അടച്ച് പരിചാരകർ പുറത്തുപോയി. അങ്ങേക്ക് എന്നോട് കോപമരുത്. ഭഗവാൻ അവളെ ശ്രദ്ധിച്ചു. അമ്മയേക്കാൾ സുന്ദരിയായ മകൾ. വശ്യമായ ചലനങ്ങൾ, ചടുലമായ സംസാരം. ദേവദാസിയാകും മുമ്പ് അനുഗ്രഹം വാങ്ങാനെത്തിയപ്പോഴാണ് അവസാനമായി കണ്ടെത്തത്. അന്നത്തേക്കാൾ സുന്ദരിയായിരിക്കുന്നു. പക്വത വന്നിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഇവിടം വിട്ടുപോകുവാൻ പറയരുത്. ഞങ്ങൾക്കതാവില്ല. ഭഗവാൻ കണ്ടു. അവളുടെ കണ്ണുകൾ ജലമണിഞ്ഞു. ഞങ്ങൾ ദേവദാസികളാണ് ശാന്തിഗ്രാമത്തിൽ. പക്ഷേ പുറത്തു പോയാൽ ആരാകുമെന്നറിയാമോ? അഭിസാരികമാരാകും. എല്ലാം അറിയുന്ന അങ്ങുകൂടി അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആശ്രയം ആരാണ്? ഭഗവാൻ നിശബ്ദനായിരുന്നു. നേർത്ത ഒരു മന്ത്രണം പോലെ
ഭഗവാൻ മാത്രം കഷ്ടിച്ച് കേൾക്കാൻ വിധത്തിലുള്ള അവളുടെ സ്വരവും പെരുമ്പുറകൊട്ടുമാറ് ചെവികളിൽ ആർത്തലയ്ക്കുകയും ചെയ്തു. എന്നിട്ടും നിലയ്ക്കാതെ ചെവികളെ തുരന്ന് ഉള്ളിൽ ഹൃദയഭിത്തികളിൽ ആഞ്ഞടിക്കുകയും ചെയ്യുകയാണ് എന്ന് ഭഗവാന് തോന്നി. ഭഗവാൻ ഞെട്ടിവിറച്ചു. മുഖം ഭയചകിതമായി. ദയവായി ഞങ്ങളെ പോകാൻ വിടരുത്. നഗരങ്ങളിലെ തെരുവുകളിൽ അലയാനായി, ഓടകളിൽ അന്തിയുറങ്ങാനായി വിടരുത്. ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ മണ്ണിൽ ഞങ്ങളെ ഒടുങ്ങാൻ അനുവദിക്കൂ. അവൾ ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റ് ഭഗവാന്റെ മുന്നിൽ പ്രണമിച്ചു. അവളെ ഗ്രഹിച്ച് ഭഗവാൻ മാറിൽ ചേർത്ത് നിർത്തി. കൊച്ചു കുഞ്ഞിനെപ്പോലെ അവൾ തേങ്ങിക്കരഞ്ഞു. സർവസംഗനായി ഭഗവാൻ അവളെ തലോടി. കമ്മ്യൂൺ ദിനപത്രം എവിടെയും ചർച്ചാ വിഷയമാക്കപ്പെട്ട് വിമർശിക്കപ്പെട്ട് അതിൻ്റെ യാത്ര തുടരുന്നു. പത്രലോകമാകെ സാംസ്കാരിക മണ്ഡലമാകെ നിറയുന്ന നാമമായി ഗുരു വളർന്നിരിക്കുന്നു. കൃഷ്ണയെ, സിദ്ധാർത്ഥനെ ആരാധനയോടെ കാണുന്നവർ പ്രവിശ്യയിൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ സാധാരണ ജനതയുടെ മനസ്സിൽ അവ്യക്തമായ കുറേ ചിത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ജീവിതത്തെ ബാധിക്കാത്ത എന്തെല്ലാമോ ഉന്നതങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് മാത്രം ധരിച്ചിരിക്കുന്നു. കൃഷ്ണയുടെ മനസ്സ് വിരിഞ്ഞിരിക്കുന്നു. അവളുടെ പേനത്തുമ്പിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മഷി തെറുക്കുന്ന അക്ഷരങ്ങൾ ചടുലതയും വാചാലതയും ഏറിയിരിക്കുന്നു. അവൾ തറയിൽ ഒറ്റപ്പായി വിരിച്ചു കിടന്ന് മയങ്ങി.